അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. എന്താ ടോപ്പിക്ക്? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ഓഗസ്റ്റ് 15 ഫീസ്റ്റ് ഓഫ് ദി അസംഷൻ ഓഫ് ദ ഹോളി മദർ. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ബോഡി ആൻഡ് സോൾ, ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആരോപണം, സ്വർഗാരോപണം. തന്നെ പൊന്തിപ്പോവല്ല, ദൈവം കൊണ്ടുപോയി. എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധ അമ്മയുടെ ബോഡി ആൻഡ് സോൾ എടുക്കപ്പെട്ടു? സാധാരണ മനുഷ്യർ മരിക്കുമ്പോൾ എങ്ങനെയാ? ബോഡി നമ്മളിവിടെ അടക്കും അല്ലേ? സോള് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് നേരിട്ട് പോവും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിലേക്ക് പോവും, അല്ലെങ്കിൽ നരകത്തിലേക്ക്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ ബോഡി ഇവിടെ ആയിരിക്കാൻ ദൈവം അനുവദിച്ചില്ല. ബോഡി അടക്കം എടുക്കപ്പെട്ടു ആത്മാവിൻ്റെ ഒപ്പം, ബോഡി ആൻഡ് സോൾ. എന്തായിരിക്കും കാരണം? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയുന്നത്? ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു, പിന്നീടാണ് ശരീരം ഉയർക്കുക. പരിശുദ്ധ അമ്മയുടെ ശരീരം പോലും എടുത്തുകൊണ്ടുപോയി. സ്വർഗാരോപണത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള CCC നമ്പർ CCC 966 966 അതിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ അമ്മേനെ പറ്റി പറയുന്നതാണ് അല്ലേ? ഇഹലോകവാസത്തിന്റെ പരിസമാപ്തിയിൽ ആ നിർമ്മല കന്യക വെർജിൻ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ദ ക്വീൻ, ദ ക്വീൻ. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടാൻ. ഈശോയുടെ എന്തായിരുന്നു? സ്വർഗാരോഹണം. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗാരോഹണം ഈശോയുടെ, പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണം. അപ്പോൾ ഈശോയോട് കൂടുതലായി അനുരൂപപ്പെടാൻ ഈ നമ്മളായിട്ടുള്ള കണക്ഷൻ അവിടെ പറയുന്നുണ്ട്. ഭാഗ്യവതിയായ കന്യകയുടെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റു ക്രൈസ്തവരുടെ പുനരുത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനവുമാണ്. നമ്മളെല്ലാവരും ഉയർക്കും, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, സ്വർഗത്തിൽ എത്തണ പോലെ ജീവിച്ച അല്ലേ? നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, സ്വതന്ത്ര ഇച്ഛ. അതുപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കണേ? അപ്പോൾ പരിശുദ്ധ അമ്മ ചൂസ് ചെയ്തത് എന്തായിരുന്നു? പരിശുദ്ധ അമ്മ ചൂസ് ചെയ്തതിൻ്റെ പേരാണ് ജാഗരൂകത. എന്തല്ല ചൂസ് ചെയ്തേ? അലസത. അലസതയല്ല ചൂസ് ചെയ്തത്, ജാഗരൂകത. അതായത് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജാഗരൂകതയോടുകൂടെ പരിശുദ്ധ അമ്മ ജീവിച്ചു. അത് കണ്ടിട്ടാണ് ഈ കുഞ്ഞുണ്ണീശോ വളർന്നത് അല്ലേ? ഈശോ പിന്നീട് എല്ലായിടത്തും പറയുന്നുണ്ട് ഗോസ്പൽസിൽ അല്ലേ, ജാഗരൂകരായിരിക്കുവിൻ. ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. പരിശുദ്ധ അമ്മ നോക്കുമ്പോൾ എപ്പോഴും നല്ല ഉത്സാഹത്തോടു കൂടെ, എപ്പോഴും അലേർട്ടായിട്ട്, എപ്പോഴും ജാഗ്രതയോടുകൂടെ, ഉത്സുകത. ശരദഹോസത്തെ ഹോലത പശരദാസത്തെ അശരദഹാസമത്തെ കേശിക്കലെയാണ്. പരിശുദ്ധ അമ്മ 4 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒന്ന്, ഉത്സുകത. എപ്പോഴും ഉത്സാഹമാണ് കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. രണ്ടാമത്തെ, തീക്ഷ്ണത. ചെയ്ത പ്രവർത്തികളിലും പ്രാർത്ഥനകളിലും ദൈവവചനത്തിൻ്റെ കാര്യത്തിലും തീക്ഷ്ണത ജ്വലിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ, ജാഗ്രത. ജാഗ്രത എന്ന് വെച്ചാൽ ഒരു കെയറോടുകൂടെ, ഒരു കരുതലോടുകൂടെ ഇരിക്കുക. കോഷൻ.
അപകടത്തിൽ ചെന്ന് ചാടാണ്ട് തൊട്ടതും പിടിച്ചതൊക്കെ തെറ്റുവരുത്തിക്കാണ്ട് ഒരു ജാഗ്രത, കോഷൻ, കെയർ, കരുതൽ. പിന്നെ ഈ 3 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സദാ ജാഗരൂകത ഉണ്ടായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അലസത ഉണ്ടായിരുന്നില്ല. അലസ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. നിന്റെ മനസ്സ് ആരുടെ പണിപ്പുരയാണ്? പരിശുദ്ധാരൂപിയുടെ പണിപ്പുരയാണോ അതോ ദുഷ്ടാരൂപിയുടെ അശുദ്ധാരൂപിയുടെ പണിപ്പുരയാണോ നിന്റെ മനസ്സ്? ഹൂസ് വർക്ക് പ്ലേസ്? അലസത എന്ന് പറയുന്ന ആ തിന്മ, ആ മൂലപാപം വളരെ 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 അപകടകാരിയാണ്. വെരി വെരി ഡേഞ്ചറസ്. ഓക്കെ, അലസത ഉണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ആ പാക്കേജിൽ തന്നെ വരുന്ന മറ്റ് 3 മൂലപാപങ്ങളാണ് ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം, ജഡികാസക്തി. ആവറിസ്, ഗ്ലട്ടണി, ലസ്റ്റ്. പരിശുദ്ധ അമ്മ എന്തോരം പരിശുദ്ധിയിലാണ് ജീവിച്ചേ. പരിശുദ്ധ അമ്മയ്ക്ക് ഉത്ഭവപാപം ഉണ്ടായിരുന്നില്ല, കർമ്മപാപം ഉണ്ടായിരുന്നില്ല. നമ്മൾ ക്രിസ്ത്യാനികൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ ഉത്ഭവപാപത്തിൽ നിന്ന് നമ്മളെ മോചിക്കുന്നു. എന്നിട്ട് ഗ്രേസ് തരാണ്, കൃപ തരാണ്. ആ കൃപ അനുനിമിഷം സ്വീകരിച്ച്, ആ കൃപ സ്വീകരിക്കാൻ അധ്വാനിച്ച്, ആ കൃപയെ കൊണ്ട് ഉള്ളിൽ അധ്വാനിപ്പിച്ച് നമുക്ക് ഈ ഉത്ഭവപാപത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇല്ലാത്ത പോലെ ജീവിക്കാം കൃപയുടെ സഹായത്തോടുകൂടി. ഉത്ഭവപാപം വഴി നമുക്ക് തിന്മയിലേക്ക് അല്ലെങ്കിൽ പാപത്തിലേക്ക് ഒരു ചായവുണ്ടായിരുന്നു. പക്ഷെ കൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് കൃപ സ്വീകരിക്കാൻ അലസത എന്ത് ചെയ്യും? അലസതയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഉണ്ടല്ലേ? എക്സാമ്പിൾ ആണോ, ബൈ എക്സ്പീരിയൻസ് ആണോ? എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് അലസതയെ പറ്റിയിട്ട്? പറ. സെയിന്റ് മാത്യു ചാപ്റ്റർ 13 കളകളുടെ ഉപമ. കളകളുടെ ഉപമ. ആരെ കള വിതയ്ക്കുന്ന? കളയുടെ വിത്ത് ആരാ വിതയ്ക്കുന്നത്? പിശാച്, ശത്രു, അല്ലെങ്കിൽ എതിരാളി, സത്താൻ, ദുഷ്ടാരൂപികൾ കളകളുടെ വിത്ത് വിതയ്ക്കും. എപ്പോഴാ വിതയ്ക്കുന്നത്? ഉറങ്ങുമ്പോൾ. ആളുകൾ ഉറക്കമായപ്പോൾ. സോള് ഉറങ്ങാൻ പാടില്ല, ആത്മാവ് ഉറങ്ങാൻ പാടില്ല. അപ്പൊ ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകളുടെ വിത്ത് വിതച്ചിട്ട് പോയി. അതായത് ആത്മീയ ഉറക്കം അല്ലെങ്കിൽ സ്പിരിച്വൽ ലാക്സിറ്റി, ആത്മീയ മയക്കം എന്നൊക്കെ പറഞ്ഞ, അലംഭാവം എന്നൊക്കെ പറഞ്ഞ എന്താ? അലസത, മടി, സ്ലോത്ത്, ലേസിനെസ്. ദാവീദ് രാജാവിനെ പറ്റി നമുക്കറിയാം. അലസനായിട്ട് ഇരുന്നപ്പോഴാണ് മാരകപാപമൊക്കെ ചെയ്തത്, അല്ലേ? അപ്പോൾ അലസമായി ഉറങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് തെസ്സലോനിക്ക ഇതിൽ നമ്മൾ ഇന്നലെ കണ്ടു. ഉണർവോടുകൂടെ ഇരിക്കണം, ഉറങ്ങിക്കഴിയല്ലേ. ഏതാ ദൈവവചനം? 1 Thessalonians chapter 5 sacred verse 6. 1 Thessalonica 5:6. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധം ഉള്ളവരായിരിക്കാം. ഉറങ്ങിക്കഴിയാതെ ഉണരണം, ഉണർന്ന് സുബോധമുള്ളവരായിരിക്കണം. ധൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രൻ പന്നിക്കുഴിയില് ആത്മീയ ഉറക്കത്തിലായിരുന്നു. സുബോധം വന്നു, എഴുന്നേറ്റ് കറക്റ്റ് സ്ഥലത്തേക്ക് എഴുന്നേറ്റ് പോയി. ഈ സുബോധം ഇല്ലാത്തതുകൊണ്ടാണ് പാപത്തിന്റെ കുഴികളിൽ കിടന്ന് ഉരുളുക, അലസത മൂലം. എന്തോരം പാപങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത് ഈ ഒരു അലസത മൂലം. അലസത വളരെ വലിയൊരു തിന്മയാണ്. അലസതയെ പറ്റി പറഞ്ഞിട്ടുള്ള ദൈവവചന ഭാഗങ്ങൾ ഓരോന്നോരോന്ന് നോക്കാം. 2 Thessalonians 3:6. 2 Thessalonians 3:6. വായിച്ചോ. ഇങ്ങനെ പറയുന്നുണ്ട്, ടു കീപ് അവേ ഫ്രം ബിലീവേഴ്സ് ഹു ആർ ലിവിംഗ് ഇൻ ഐഡൽസ്. അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ. അലസതയിൽ ജീവിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പൗലോസ്ലീഹ പറയാണ്.
മടി പിടിച്ച് അലസരായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ കൂടെ നിന്നവരും അലസരായിപ്പോവും. ഇനി അലസത മൂലം എന്തോരം ബാഡ് എഫക്ട്സ് ഉണ്ടാവണം. ആ വേർഡ് ഓഫ് ഗോഡ് Tobit chapter 4 sacred verse 13. ഓക്കെ. തോബിത്ത് 4:13. Idleness is the mother of famine എന്ന് പറയുന്നു. മദർ ഓഫ് ഫാമിൻ. ഐഡൽനെസ് മദർ ഓഫ് ഫാമിൻ. മലയാളത്തില് അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. അലസത ദാരിദ്ര്യത്തിന്റെ മാതാവ്. അതിനുമ്പെന്താ വെച്ചേ? അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. അലസത നാശത്തിനും പട്ടിണിക്കും കാരണമാകുന്നു, നിദാനമാകുന്നു. പൗലോസിലെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, നീ അലസരായി നടക്കുന്നവര് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. പലതരത്തിലും നമുക്ക് അലസത ഉണ്ടാവാം. ഒന്ന് ഫിസിക്കലി, ശരീരം അലസതയില്, അല്ലെങ്കിൽ മൈൻഡ് അലസതയില്, മനസ്സ്. അതായത് മനസ്സ് മങ്കി ഓൺ ദ ഹോട്ട് ബ്രിക്ക് പോലെയൊക്കെയാണ്. ചുട്ടുപഴുത്ത ഇഷ്ടികേമ ചാടണ കുരങ്ങൻ പോലെയാണ് മനസ്സ് സാധാരണ. ഒരു ചിന്ത കഴിഞ്ഞ് വേറെ ചിന്ത, അത് കഴിഞ്ഞ് വേറെ ചിന്ത. മങ്കി എന്ന് പറഞ്ഞാൽ തന്നെ ചാടണ മൃഗമാണ്. ഹോട്ട് ബ്രിക്കുമ്പിലും കൂടി കയറിയിരുന്നാലോ ചുട്ടുപഴുത്ത ഇഷ്ടികേമ, പിന്നെ ചാട്ടം കൊണ്ട് ചാട്ടം. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. പക്ഷേ ഈ മനസ്സ് തന്നെ ഇങ്ങനെ മയക്കത്തിലായാലോ? മനസ്സുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ദൈവവചനം ധ്യാനിക്കാനാണ് ഈ മനസ്സ് തന്നിരിക്കുന്നത്. ദൈവവചനം ഉണ്ടായാലേ ജീവിച്ചിട്ട് കാര്യമുള്ളൂ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ മനസ്സിൽ ദൈവവചനം ഇങ്ങനെ നമ്മൾ ചവച്ചരച്ച് ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അത് ഹൃദയത്തിലേക്ക് ഇറക്കി ഹൃദയത്തിൽ ദൈവവചനമായി ദൈവവചനത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ഉദരത്തിൽ ദൈവവചനം, അതരത്തിൽ ദൈവവചനം, ഹൃദയത്തിൽ ദൈവവചനം, അത്രമാത്രം ഉത്സുകത, ഈഗർനെസ് ടു ഡു ഗോഡ്സ് വിൽ. കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ പ്രത്യാശിച്ചു, കർത്താവിനെ സ്നേഹിച്ചു, ഭയങ്കര ഉത്സുകത, ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണത, ദൈവസ്നേഹത്താൽ ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീക്ഷ്ണത. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രതയാണ് പരിശുദ്ധമ്മയ്ക്ക്. നല്ല ജാഗ്രത, അലേർട്ട്, വിജിലന്റ്, ജാഗരൂകത. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഉറങ്ങാനൊന്നും പോയില്ല. അതുകൊണ്ട് കളകളുടെ വിത്തുകളൊന്നും വിതയ്ക്കപ്പെട്ടില്ല. നമ്മളറിയാണ്ട് വിത്ത് വിതയ്ക്കപ്പെട്ട എന്തുണ്ടാവുക? വിത്ത് വിതച്ചു എന്ന് അറിയില്ല, കുറച്ച് കഴിഞ്ഞ് അത് പൊട്ടിമുളച്ച് വരുമ്പോൾ ഇതെങ്ങനെയാ വന്നേ? നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ വിത്തുകൾ പിശാചും ദുഷ്ടാരൂപികളും ഇങ്ങനെ ഈ കളകളുടെ വിത്തുകളായിട്ട് വിതയ്ക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോഴാണ് വിതയ്ക്കുക. ആത്മീയമായ ഉറക്കത്തിലാവുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ ചെയ്യാതെ നടക്കുമ്പോൾ, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ദൈവവചനമില്ല, അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ തിന്മയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു പ്രലോഭനങ്ങളിലൂടെ. നമ്മൾ പോലും അറിയാതെ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു. കുറെ കഴിഞ്ഞ് അത് പൊട്ടിമുളച്ച് ചെടിയായി മരമായിട്ടൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ വന്നു? ഉറങ്ങിയത് മറന്നേ, അലസത മറന്നേ, മയക്കം മറന്നേ, മയങ്ങിയിരുന്നത് മറന്നേ, മദ്യപിച്ച് ഇങ്ങനെ മയങ്ങിയിരുന്നത് മറന്നു, പലതരം ലഹരികൾ എടുത്തിട്ട് ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ലഹരികളൊക്കെ എടുത്ത് ഇങ്ങനെ മയങ്ങിയിരുന്നത് മറന്നു. കളകളുടെ വിത്തൊക്കെ വിതച്ച് ചെടിയായി വൃക്ഷമായി വന്നപ്പോഴൊക്കെ അറിയണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ പിതാവിനാൽ നടപ്പെടാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. ധാര പിന്നെ അത് വിതച്ചെന്നാണ് കളകളുടെ ഉപമയുടെ വിശദീകരണമൊക്കെ നമുക്ക് കാണാം. അപ്പം ഈ അലസത ജീവിതത്തിൽ നിന്ന് മാറ്റണം. ദൈവം നമുക്ക് കൃപ തരുന്നു, പക്ഷെ നമ്മൾ എഫേർട്ട് എടുക്കണം, ഇനിഷ്യേറ്റീവ് എടുക്കണം ഈ കൃപകൾ സ്വീകരിക്കാൻ. ആത്മീയ കാര്യങ്ങൾ, ദൈവവചനം കേൾക്കുന്ന സ്ഥലങ്ങളിലായിരിക്കണം, ഇൻട്രസ്റ്റ് എടുക്കണം ദൈവവചനം കേൾക്കാൻ, ദൈവവചനം ധ്യാനിക്കാൻ, ദൈവവചനം പാലിക്കാൻ. ഒരു ഇനിഷ്യേറ്റീവ് ചെറുതായിട്ട് എടുക്കണം. ശരിക്കും എല്ലാ നല്ല കാര്യങ്ങളുടെയും ഇനിഷ്യേറ്റീവ് മുൻകൈ ആരെടുക്കുന്നത്? ദൈവമാണ് എടുക്കുന്നത്. നമ്മൾ റെസ്പോൺസാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവം ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞു, കുറേ ഇനിഷ്യേറ്റീവ്സ് എടുത്തു, റെസ്പോൺസ് വരണ്ടേ?
ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ദൈവം തന്നെ റെസ്പോൺസ് ആണ് ചെയ്യുന്നത്. അല്ല. ഇതെന്തത്? ത്രോ ബോൾ കളിക്കുമ്പോൾ ഒരാൾ ഇവിടുന്ന് ബോൾ എറിഞ്ഞ് അവിടെ ചെന്ന് പിടിച്ചു, അത് കഴിഞ്ഞ് അവിടുന്ന് എറിഞ്ഞ് ഒരാളിനെ കളിക്കുകയാണ്. അല്ല. അപ്പൊ ഈ അലസമായിട്ടിരിക്കുമ്പോൾ എന്തോരം ഡേഞ്ചറസ് ആണ്. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. പാടി പ്രാർത്ഥിക്കുന്നത് ഇരട്ടി പ്രാർത്ഥിക്കുന്നത് സെന്റ് അഗസ്റ്റിന്റെ ഒരു സെന്റ് അഗസ്റ്റിൻ പറയുന്നത് തന്നത്. എനിക്ക് സെയിം അറിയാം, പക്ഷെ എനിക്ക് സെയിന്റ് ആകാന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ കേട്ടിട്ടില്ലേ, തിരുസങ്കീർത്തനങ്ങളുടെ ക്ലാസ് എടുത്തപ്പം ഏതൊക്കെ ലെവലിലാണ് നമ്മുടെ പാട്ടിന്റെ ഇത് പോകുന്നത് ഉള്ളൊരു ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് എടുത്ത് അതാണല്ലേ ദാവീദ് രാജാവ് എപ്പോഴും പാടി കിന്നരം വെച്ച് പാടിക്കൊണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ആർ ലൈക്ക് എ ഡെലിവറൻസ് ഓൾസോ. ഈ ഇൻസ്ട്രുമെന്റ് ഈ സാബുൽ രാജാവ് ദാവീദിനെ വിളിച്ചപ്പോ, കിങ് ഡേവിഡിനെ ഇങ്ങനെ വിളിച്ചപ്പോ ഈ കിന്നരം കളിച്ച് ദുഷ്ടാരൂപി ലീവ്സ് ഹിം. അപ്പൊ ആ ഒരു കാര്യം. സോ ഹൗ മച്ച് മോർ വി ഷുഡ് പ്രേ വൈ വിത്ത് സിംഗിങ്. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary.